Exercise 3.5, question number 2, അതിൽ sub question 1. For which values of a and b does the following pair of linear equations have an infinite number of solution? രണ്ട് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആദ്യത്തേത് നോർമൽ ഇക്വേഷൻ ആണ്. എക്സിനും വൈക്കും ഒക്കെ സാധാ ഇൻഡിജേഴ്സ് ആണ് കോയിഫിഷ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. സെക്കൻഡ് ഇക്വേഷനിൽ അങ്ങനെയല്ല. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എ മൈനസ് ബി, വൈൻ്റെ കോയിഫിഷ്യൻ്റ് എ പ്ലസ് ബി, അതുപോലെ കോൺസ്റ്റൻറ്റ് ടേമിലും എയും ബിയും ഒക്കെ ഉണ്ട്. ചോദ്യം ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും ഒക്കെ എന്ത് വാല്യൂസ് ഇട്ട് കൊടുത്താലാണ് ഈ ലീനിയർ പെയർ ഓഫ് ഇക്വേഷൻസിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവാൻ എയ്ക്കും ബിക്കും എന്ത് വാല്യൂ വരണം. അപ്പോൾ നമ്മളെപ്പോഴും എഴുതുന്നത് പോലെ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ്റെ കണ്ടീഷൻ എഴുതുക. ഫോർ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് a1 by a2 is equal to b1 by b2 is equal to c1 by c2. മൂന്ന് വാല്യൂസും ഈക്വൽ ആവുമ്പോഴാണ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആവുന്നത്. അപ്പോൾ നമ്മൾ കണ്ടീഷൻ എഴുതി. a1ന് പകരം എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് 2, a2ന് പകരം ഈ ഇക്വേഷനിലെ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് a മൈനസ് ബി, അതുപോലെ b1ന് പകരം 3 b2 a പ്ലസ് ബി, കോൺസ്റ്റൻറ്റ് ടേം 7 c1, അതുപോലെ c2 ഈ ടേം 3a പ്ലസ് ബി മൈനസ് 2. ഇനി നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത് ഈ വാല്യൂവും ഈ വാല്യൂവും ഈ വാല്യൂവും മൂന്നും ഈക്വൽ ആണെന്നാണ്. നമ്മളിത് ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും എയുടെ വാല്യൂ എന്ത്, ബിയുടെ വാല്യൂ എന്ത്, ഇങ്ങനെ രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ഇക്വേഷൻസ് വേണം. ഇങ്ങനെ ഫ്രാക്ഷൻസ് ആയിട്ട് കിടക്കുന്നതിനെ രണ്ട് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് അതിനെ സോൾവ് ചെയ്താണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പാർട്ടും എടുക്കാൻ പോവുകയാണ്. അതായത് 2a by a minus b is equal to 3a by a plus b. ഇവരെ ഇക്വേറ്റ് ചെയ്തു. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാ 2 by a minus b is equal to 3 by a plus b. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into this term 2 into a plus b is equal to അങ്ങനെ തന്നെ 3 into this term 3 into a minus b. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 2 into a 2a, 2 into b 2b is equal to 3 into a 3a, 3 into negative b negative 3b. അപ്പോൾ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും a ടേമും ഉണ്ട് b ടേമും ഉണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 3a ആണെങ്കിൽ ഇവിടെ 2a, അപ്പോൾ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഇവിടെയാണ്. അതുപോലെ ഇവിടെ നെഗറ്റീവ് 3b, ഇവിടെ പോസിറ്റീവ് 2b. ഞാൻ ഈ ഒരു ഫുൾ ടേമിനെ 2aയും 2bനെയും അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇത് രണ്ടും നെഗറ്റീവായി. 2a ഇവിടെ ആഡ് ചെയ്തിട്ടേക്കുമാണ്, അതുപോലെ ഇവിടെ സബ്ട്രാക്ഷനായി. ഇവിടെയും അതുപോലെ 2b പോസിറ്റീവാണ്, ഇവിടെ 2b നെഗറ്റീവായി. ഇനി അപ്പോൾ ഇവിടെ ഒന്നുമില്ല, 0. അടുത്ത സ്റ്റെപ്പിൽ a ടേംസ് ലൈക്ക് ടേംസ് ആയ 3aയിൽ നിന്ന് 2a പോയാൽ ബാക്കി 1a. ഇവിടെ നെഗറ്റീവ് 3b മൈനസ് 2b എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇടുക. അപ്പം a മൈനസ് 5b ഇസ് ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്തത് ഈ രണ്ട് പാർട്ടിനെ എടുത്ത് ഇതുപോലെ വേറൊരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഈ രണ്ട് പാർട്ടിനെയാണ് ഞാൻ അടുത്തെടുക്കാൻ പോകുന്നത്. ഈ രണ്ട് പാർട്ടിനെയും ഇങ്ങനെ എടുത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ 2 by a minus b is equal to 7 by 3a plus b minus 2 ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഈ ടേമും ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെ വേണേലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതാണ്. ഇവരെ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷനാണ് ഞാനിവിടെ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇവരെ സോൾവ് ചെയ്യാൻ വേണ്ടി എടുത്ത് എഴുതി. അടുത്തതായി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 3 into ഈ ടേം is equal to അതുപോലെ 7 into a plus b. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 into 3a 9a plus 3 into b 3b minus 3 into 2 6 is equal to 7 into a 7a plus 7 into b 7b. ഇനി ഇവിടെ 9a ആണെങ്കിൽ ഇവിടെ 7a, ഇവിടെ 3b ആണെങ്കിൽ ഇവിടെ 7b. ഞാൻ ഈ എല്ലാ ടേമിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയും അതുപോലെ തന്നെ 7aയും 7b ഇവിടെ പോസിറ്റീവാണ്, രണ്ടും ഇങ്ങോട്ട് വന്നപ്പോൾ നെഗറ്റീവായി. റൈറ്റ് സൈഡിൽ എല്ലാം ഇങ്ങോട്ട് വന്നപ്പോൾ ബാക്കി 0 മാത്രം. ഇനി ലൈക്ക് ടേംസ് സോൾവ് ചെയ്യുക. 9aയിൽ നിന്ന് 7a പോയാൽ ബാക്കി 2a. അതുപോലെ 3bയും നെഗറ്റീവ് 7bയും കൂടി ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് 4b കിട്ടും. -6 അതുപോലെ is equal to 0. ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ
എയുടെ കോഎഫിഷ്യൻറ്റ് 2, ബിയുടെ കോഎഫിഷ്യൻറ്റ് 4, കോൺസ്റ്റൻറ്റ് ടേം 6. ഇതെല്ലാം ഈവൻ നമ്പറാണ്. കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ഇങ്ങനെ തന്നെ ഇട്ട് സോൾവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതെല്ലാം ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് ഈ ഒരു ഹോൾ ഇക്വേഷനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ 2a ഡിവൈഡഡ് ബൈ 2a, 4b ഡിവൈഡഡ് ബൈ 2b, സൈനൊക്കെ അതുപോലെ തന്നെ. -6 ഡിവൈഡഡ് ബൈ +2, -3 ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനിൽ നോക്കിക്കേ, എയുടെ ടേമും ബിയുടെ ടേമും മാത്രമേ ഉള്ളൂ. ഈക്വൽ ടുൻ്റെ അപ്പുറത്താണ് 0. കോൺസ്റ്റൻറ്റ് ടേംസ് 0 ആണ്, അത് ഈക്വൽ ടുൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു 3 അങ്ങോട്ട് കൊണ്ടുപോയി, അതായത് എയും ബിയും മാത്രം മതി ലെഫ്റ്റ് സൈഡിൽ. അതിനു വേണ്ടി 3നെ അങ്ങോട്ട് പോകുമ്പോൾ 3 ഇവിടെ സബ്ട്രാക്ട് ചെയ്തിട്ടേക്കുമാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ +0 + 3 ബിക്കംസ് 3. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2 കിട്ടി. a മൈനസ് 2b ഇസ് ഈക്വൽ ടു 3. ഇനി നമുക്ക് ഇപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടി. ഇതുപോലെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ്റെ കണ്ടീഷൻ എഴുതി 3 ഫ്രാക്ഷൻസ് കിട്ടി. അതിൽ നിന്ന് നമ്മൾ 2 പെയർ ആക്കി എടുത്ത് നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഇവരെ സോൾവ് ചെയ്തിട്ടാണ് എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ 2 ഇക്വേഷൻസും സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ 2 ഇക്വേഷൻസ് ഞാനിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇവരെ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇവരെ സോൾവ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ x, y, +1 ഇങ്ങനെയാണ് നമ്മൾ ഇടുക. ഇവിടെ എക്സിനും വൈക്ക് വരും എയും ബിയും ആണ്. നിങ്ങൾക്ക് മാറിപ്പോവാതിരിക്കാൻ ഈ എയുടെ മുകളിൽ എക്സ്, അതുപോലെ ബിയുടെ മുകളിൽ വൈ ഇട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്കത് തമ്മിൽ മാറിപ്പോയില്ല. അപ്പോൾ ഇവിടെ എക്സിന് പകരം ഇടേണ്ടത് എ ആണ്, വൈക്ക് പകരം ഇടേണ്ട വേരിയബിൾ ബി. അതുപോലെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എപ്പോഴും എളുപ്പത്തിന് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഇവിടെ റൈറ്റ് സൈഡിൽ 0 ആക്കുക. അതായത് കോൺസ്റ്റൻറ്റ് ടേമുകളെ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക. LHSലെ എല്ലാ ടേമും റൈറ്റ് സൈഡിൽ 0 ആക്കുക. എന്നിട്ട് ഇവിടെ 1 ഇടുക. ഇവിടെ അങ്ങനെയല്ല. ഒന്നെങ്കിൽ നമുക്ക് ഈ 3യെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇത് -3 ഇസ് ഈക്വൽ ടു 0. അതുപോലെ 0നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും 0 ഇറ്റ്സെൽഫ് ഇസ് ഈക്വൽ ടു 0 അങ്ങനെ വരും. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേമിൽ C1 0യും 3 -2 വരും. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ 1 ഇടാം. അതല്ല എങ്കിൽ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിനെ ചേഞ്ച് ഒന്നും വരുത്തരുത്. 3 അവിടെ തന്നെ ഇടുക, 1 ഇടരുത്. 1ന് പകരം -1 ഇടുക. എങ്ങനെ ചെയ്താലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്ത് വരുമ്പോൾ വാല്യൂ സെയിം ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതൊരു ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്യാതെ -1 ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ച് ഒന്നും വരുത്തിയില്ല. റൈറ്റ് സൈഡിലാണ് കോൺസ്റ്റൻസ് ഉള്ളത്. ഇവിടെ -1 ഇട്ടു. ഇനി നേരത്തെ എപ്പോഴും നമ്മൾ എഴുതുന്നത് പോലെ B1 B2, അത് കഴിഞ്ഞ് C1 C2, ദെൻ A1 A2, അതുപോലെ B1 B2. B1 എന്ന് പറഞ്ഞാൽ വൈയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ -5 ആണ്. ഇത് -5, B2 ഇവിടെ -2 ആണ്. അതുപോലെ തന്നെ ഇവിടെയും വരും -5, ഇവിടെ -2. ഇനി C1 0, C2 3 അതുപോലെ A1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അത് 1 ആണ്. അതുപോലെ A2 അതും 1 ആണ്. A1ഉം A2 ടേംസ് ആയി. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് A ഡിവൈഡഡ് ബൈ ദിസ് ടേം ഇൻറ്റു ദിസ് ടേം, -5 × 3 -15 മൈനസ് 0 ഇൻറ്റു എനിത്തിങ് 0 is equal to B by 0 into 1 0 minus 3 into 1 3 is equal to -1 divided by 1 into -2 minus 1 into -5 -5. A by -15 minus 0 -15 is equal to B by 0 minus 3 -3 is equal to -1 by -2 negative of negative, minus of minus becomes positive. So ഇവിടെ +5. അപ്പോൾ -2 +5 എന്ന് പറഞ്ഞാൽ +3. ഇനി ഈ വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A by -15 is equal to -1/3. അതുപോലെ ബിയുടെ വാല്യൂ B by -3 is equal to
1/3. സോൾവ് ചെയ്യാനായിട്ട് -15 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ a ഈസ് ഈക്വൽ ടു -15 ഡിവൈഡഡ് ബൈ -3. ഇതുപോലെ ഓക്കെ -3 അല്ല -15 ഇൻറ്റു -1 അപ്പോൾ 15 പോസിറ്റീവ് 15. അതുപോലെ b ഈസ് ഈക്വൽ ടു -3 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -1/3 ഇൻറ്റു -3. ഇവിടെ 5 ആകും. എയുടെ വാല്യൂ 5 കിട്ടും. അതുപോലെ ബിയുടെ വാല്യൂ 1 കിട്ടും. -1 ഇൻറ്റു -1 പോസിറ്റീവ് 1. എയുടെ വാല്യൂ 5ഉം ബിയുടെ വാല്യൂ 1ഉം കിട്ടും. ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. Second sub question, for which value of k will the following pair of linear equation have no solution? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ കെ ആണ്. നേരത്തെ എയും ബിയും ആയിരുന്നെങ്കിൽ ഇതിൽ കെ ആണ്. ഇവിടെ കെ കണ്ടോ, എക്സിൻ്റെയും വൈയുടെയൊക്കെ കോഎഫിഷ്യൻസിൻ്റെ കൂടെ ഒരു കെയുടെ പ്രസൻസ് ഉണ്ട്. കെക്ക് എന്ത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് ഈ രണ്ട് ഇക്വേഷൻസിനും സൊല്യൂഷൻ ഉണ്ടാവരുത്. ഹാവ് നോ സൊല്യൂഷൻ. സെയിം മെത്തേഡ് തന്നെയാണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത് ആ കണ്ടീഷൻ എഴുതുക. ഫോർ നോ സൊല്യൂഷൻ a1/a2 b1/b2 c1/c2ൻ്റെ കണ്ടീഷനാണ് അടുത്ത് എഴുതാൻ പോകുന്നത്. a1/a2 ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു c1/c2. ഇതാണ് ഫോർ നോ സൊല്യൂഷൻ. ഈ രണ്ട് വാല്യൂസ് ഈക്വൽ ആയിരിക്കും, പക്ഷേ ഈ മൂന്നാമത്തെ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് a1നും a2നും b1നും b2നും ഒക്കെ പകരം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷനിൽ a1ഉം b1ഉം a2 b2 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. a1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3, a2 എന്ന് പറഞ്ഞാൽ 2k-1 ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. അതുപോലെ വൈൻ്റെ കോഎഫിഷ്യൻ്റാണ് 1. ഈ ഇക്വേഷനിൽ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് k-1. അപ്പോൾ അതുപോലെ എഴുതിയിട്ടുണ്ട്. നോട്ട് ഈക്വൽ ടു c1 1, അതുപോലെ c2 2k+1 എടുത്തെഴുതി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ ആദ്യം ഈ രണ്ട് പാർട്ട് എടുക്കണം. ഈ രണ്ട് പാർട്ടും ഇവിടെ ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈക്വലിൻ്റെ കണ്ടീഷൻസ് വെച്ച് സോൾവ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു k-1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 2k ഇൻറ്റു -1 അതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 ഇൻറ്റു k 3k, 3 ഇൻറ്റു -1 -3 is equal to 1 into 2k 2k minus 1 into 1 1. k വാല്യൂസ് എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നു. ഈ 2k ഇങ്ങോട്ട് വരുമ്പോൾ 3k minus 2k. അതുപോലെ ഈക്വൽ ടു ഈ 3നെ അങ്ങോട്ട് പോകുമ്പോൾ 3 പ്ലസ് ആവും. അപ്പോൾ 3 minus 1. 3k minus 2k k is equal to 2. നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് സോൾവ് ചെയ്തപ്പോൾ k is equal to 2 എന്ന് കിട്ടി. അടുത്തത് നമ്മൾ ഈ സെക്കൻഡ് പാർട്ട് സോൾവ് ചെയ്യാൻ പോവുകയാണ്. അതായത് 1/k-1 നോട്ട് ഈക്വൽ ടു 1/2k+1. ഞാൻ എന്താ k is equal to 2 എന്നുള്ള വാല്യൂ എഴുതിയിട്ടുണ്ട്. ഈ സെക്കൻഡ് പാർട്ട് എഴുതിയതുപോലെ തന്നെ നോട്ട് ഈക്വൽ ടു സൈൻ ഇടാൻ മറക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു 1 ഇൻറ്റു 2k+1 നോട്ട് ഈക്വൽ ടു 1 ഇൻറ്റു k-1. ഇനി 1 ഇൻറ്റു എന്ത് ടേമിനോടും 1 മൾട്ടിപ്ലൈ ചെയ്ത ആ ടേം തന്നെ നോട്ട് ഈക്വൽ ടു അങ്ങനെ തന്നെ. അതുപോലെ 1 ഇൻറ്റു k-1 k-1. ഇനി k വാല്യൂസ് എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 2k, ഈ k ഇങ്ങ് വരുമ്പോൾ -k നോട്ട് ഈക്വൽ ടു ഇവിടെ ഒരു -1 ഓൾറെഡി ഉണ്ട്. ഇവിടെ ഈ 1 ആഡ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ സബ്ട്രാക്ഷൻ -1 എന്നാകും. 2k minus k നോട്ട് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ -2. എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് k നോട്ട് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ kയുടെ വാല്യൂ ഒരിക്കലും 2 വരില്ല. അതായത് k ഈക്വൽ ടു 2 അതുപോലെ k നോട്ട് ഈക്വൽ ടു 2 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഈ ഒരു ഇക്വേഷനിൽ kയുടെ വാല്യൂ 2 ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ രണ്ട് ലീനിയർ പെയർ ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ കിട്ടാതെ വരുള്ളൂ. അപ്പോൾ kയുടെ വാല്യൂ 2 ആണ്.